മനസ്സിൽ വർഗീയത നിറഞ്ഞ ആളുകൾ വിദ്വേഷവും വർഗീയതയും പ്രചരിപ്പിക്കുന്ന ഈ കാലഘട്ടത്താണ് മനുഷ്യത്വം എന്താണ് എന്നുള്ളത് കാസർഗോഡ് നിന്നുള്ള ഈ സുഹൃത്തുക്കളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. 2.5 വർഷത്തോളമായി കൃഷ്ണൻ എന്ന് പറയുന്ന സഹോദരൻ ഒരു മുസ്ലിമായ സഹോദരൻ്റെ ഖബറിസ്ഥാനിലേക്ക് എത്താറുണ്ട്. ആ ഖബറിൽ കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്താണ്. ഇന്നത്തെ കാലത്ത് വാർത്താ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ മനുഷ്യർ പരസ്പരം പോരടിക്കുകയും തമ്മിൽ തല്ലുകയും ചെയ്യുന്ന കാഴ്ചകളാണ്. അതിനെല്ലാം അപ്പുറത്തേക്ക് മനുഷ്യത്വമാണ് വലുത് എന്ന് കാണിച്ചു തരുകയാണ് ഈ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്തിലൂടെ. കാസർഗോഡ് കുമ്പള പേർവാടിയിൽ റേഷൻ കട നടത്തുന്ന കൃഷ്ണനും കുമ്പളയിലെ അറിയപ്പെടുന്ന വസ്ത്രവ്യാപാരിയായിരുന്നു മെഹ്മൂദ്. കൃഷ്ണനും മെഹ്മൂദും തമ്മിൽ വലിയ സുഹൃത്തുക്കളായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണ സമയത്ത് അവർ പരസ്പരം ഫോൺ വിളിക്കും, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. വൈകിയും അതുപോലെ ചെയ്യും. രാത്രി കടയടച്ച് അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, വിശേഷങ്ങൾ പങ്കിടും. അങ്ങനെ അവർ വലിയ സുഹൃത്തുക്കളായിരിക്കുമ്പോഴാണ് 2.5 വർഷം മുമ്പ് മെഹ്മൂദ് കൃഷ്ണനെ വിട്ടുപിരിയുന്നത്. മെഹ്മൂദിൻ്റെ വിയോഗം കൃഷ്ണന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. ഇപ്പോഴും കൃഷ്ണൻ മെഹ്മൂദിൻ്റെ ഖബറിസ്ഥാനിൽ വന്ന് ചന്ദനത്തിരി കത്തിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ വീഡിയോ നമുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. മനസ്സിൽ വർഗീയത നിറഞ്ഞ ചില ആളുകൾ വിദ്വേഷവും വർഗീയതയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഒരു കാലത്ത് കാസർഗോഡ് നടന്ന ഒരു സംഭവം ലോകത്തിന് മുന്നിലേക്ക് നീക്കിവെക്കുന്നത് മനുഷ്യത്വത്തിന്റെ വളരെ അപൂർവമായ ഒരു നേർക്കാഴ്ചയാണ്. 2.5 വർഷമായി ദിവസവും തെറ്റാതെ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരൻ ഒരു മുസ്ലിമായ സഹോദരന്റെ ഖബർസ്ഥാനിലേക്ക് എത്താറുണ്ട്. ആ ഖബറിൽ കിടക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്ത് മെഹ്മൂദാണ്. നോക്കൂ, മരണത്തിന് ശരീരങ്ങളെ മാത്രമേ വേർപെടുത്താൻ സാധിക്കൂ. ഹൃദയങ്ങൾ തമ്മിൽ കോർത്തുവെച്ച ആ ഒരു സ്നേഹബന്ധത്തെ മായ്ക്കാൻ കാലത്തിനോ മരണത്തിനോ കഴിയില്ല എന്ന് ഇതിലൂടെ തെളിയിക്കുകയാണ് കൃഷ്ണൻ എന്ന് പറയുന്ന ഈ ഹൈന്ദവ സഹോദരൻ. മൊഗ്രാൽ സ്വദേശി ഞങ്ങൾ ഒരുമിച്ചിട്ട് എവിടെ പോകുമ്പോൾ തന്നെ കൂട്ടിക്കൊണ്ടുപോകും. ഒന്നിച്ചിട്ട് ഉച്ചക്ക് വിളിക്കും, വൈകുന്നേരം വിളിക്കും. രാത്രി കൂടി ഞാൻ അവൻ്റെ കടക്ക് പോയിട്ട് രാത്രി തന്നെ വിളിക്കും ഞാൻ അവനെ. അപ്പോൾ ഒന്നിച്ച് ഞങ്ങൾ അതൊന്ന് കഴിച്ച് തന്നെ അയക്കും. ചന്ദനത്തിരി കത്തിച്ചും ഖബറിസ്ഥാനിൽ പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചും തന്റെ സുഹൃത്തിനെ സന്തോഷിപ്പിക്കാൻ കൃഷ്ണൻ നാളെയും എത്തും. മരിച്ചാലും മുറിയാത്ത സൗഹൃദവുമായി. മനോരമ ന്യൂസ്, കാസർഗോഡ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് നമ്മൾ വാർത്താ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ അതിൽ നിരന്തരമായി കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇത്തരത്തിൽ മനുഷ്യന്മാരോ പരസ്പരം തമ്മിലടിക്കുന്ന പോരടിക്കുന്ന കാഴ്ചകളാണ്. എന്നാൽ ഇതിനെല്ലാം അപ്പുറത്ത് മനുഷ്യത്വമാണ് ഏറ്റവും വലുത് എന്ന് ലോകത്തിന് കാണിച്ചു തന്ന കാസർഗോഡ് ജില്ലയിലെ കുമ്പളയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ജീവിച്ച കൃഷ്ണനെയും മെഹ്മൂദിനെയും കുറിച്ച് നിങ്ങൾ ആരും അറിയാതെ പോകരുത്. ഒരുപക്ഷെ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ കണ്ണുകളൊക്കെ അറിയാതെ നിറഞ്ഞു പോകും. സംഭവത്തിലേക്ക് വരാം. കാസർഗോഡ് കുമ്പള പെർവാടിൽ ചെറിയൊരു റേഷൻ കട നടത്തുകയായിരുന്നു കൃഷ്ണൻ എന്ന് പറയുന്ന സഹോദരൻ. അതേസമയം കുമ്പളയിലെ അറിയപ്പെടുന്ന എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു വസ്ത്ര വ്യാപാരിയായിരുന്നു മഹ്മൂദ് എന്ന് പറയുന്ന സഹോദരൻ. മെഹ്മൂദിനെ നാട്ടുകാർ സ്നേഹത്തോടു കൂടി വിളിച്ചിരുന്നത് ബ്രാൻഡ് മഹ്മൂദ് എന്നായിരുന്നു. നമുക്ക് 2 വ്യത്യസ്ത തൊഴിൽ മേഖലകൾ, 2 വ്യത്യസ്ത സാമൂഹിക പശ്ചാത്തലങ്ങൾ,
രണ്ട് വ്യത്യസ്ത മതവിശ്വാസങ്ങൾ. എന്നാൽ ഇവർക്കിടയിൽ തളിരിട്ടത് ചോരബന്ധത്തെക്കാൾ ശക്തമായ ഒരു ആത്മബന്ധമായിരുന്നു. ഇരുവരും തമ്മിലുള്ള ആ ഒരു സൗഹൃദം കേവലം ഒരു സൗഹൃദം മാത്രമായിരുന്നില്ല. ദിവസവും ഉച്ചയ്ക്ക് കൃത്യസമയത്ത് കൃഷ്ണൻ തന്റെ സുഹൃത്തായ മഹമ്മൂദിനെ ഫോണിൽ വിളിക്കാറുണ്ട്. ഭക്ഷണം കഴിച്ചോ എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറുണ്ട്. വൈകുന്നേരവും അത് ആവർത്തിക്കും. രാത്രി കടകളെല്ലാം പൂട്ടിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അന്നത്തെ വിശേഷങ്ങളൊക്കെ പരസ്പരം പങ്കുവെക്കും. ഒരാളുടെ സങ്കടം മറ്റൊരാളുടേതായിരുന്നു. ഒരാളുടെ സന്തോഷം ഇരുവരുടേതുമായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്നത്തെ കാലത്ത് നമുക്ക് എത്ര സുഹൃത്തുക്കളുണ്ട്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ആയിരക്കണക്കിന് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകാം. പക്ഷേ രാത്രി കടയടച്ച ശേഷം ഒന്നിച്ചിരുന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ, വിശപ്പും സന്തോഷവും ഒരുപോലെ പങ്കുവെക്കാൻ ഒരു കൂട്ടുകാരൻ ഉണ്ടാവുക എന്നത് എത്ര വലിയ ഭാഗ്യമാണ്. കൃഷ്ണനും മഹമ്മൂദും കാത്തു സൂക്ഷിച്ചത് അത്തരമൊരു സൗഹൃദ ബന്ധമായിരുന്നു. പക്ഷെ ആ നല്ല ദിവസങ്ങൾക്ക് ആയുസ് കുറവായിരുന്നു. 2.5 വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണനെ വല്ലാതെ വേദനയിലാഴ്ത്തിയ ആ ഒരു സംഭവം ഉണ്ടായി. ഒരു ദിവസം പെട്ടെന്നുണ്ടായ ഒരു ഹൃദയാഘാതത്തിൽ മഹമ്മൂദ് എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെട്ടു പോവുകയാണ്. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ കൃഷ്ണനെ തനിച്ചാക്കി മഹമ്മൂദ് ഈ ലോകത്തിൽ നിന്നും വിട്ടുപിരിയുന്നു. അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു വേർപാട്. മഹമ്മൂദിന്റെ ആ ഒരു മരണവാർത്ത കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും താങ്ങാനാവുന്ന ഒരു കാര്യമായിരുന്നില്ല. തന്റെ പകുതി ജീവൻ നഷ്ടപ്പെട്ടതുപോലെയാണ് കൃഷ്ണന് തോന്നിയത്. മഹമ്മൂദിന്റെ കബറടക്കം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കൃഷ്ണന് തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മരണപ്പെട്ടു പോയി എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒരാഴ്ചയോളമാണ് അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ കിടന്നത്. ആരോടും ഒന്നും സംസാരിച്ചില്ല. വീടിന്റെ ഒരു കോണിൽ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഓർമ്മകളിൽ അദ്ദേഹം വെങ്ങിപ്പൊട്ടി. നാട്ടുകാരും ബന്ധുക്കളും കൃഷ്ണനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു. കാലം എല്ലാ മുറിവുകളും ഉണക്കം കൃഷ്ണ എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ചില ആത്മബന്ധങ്ങൾ അത് സൃഷ്ടിച്ച മുറിവുകൾ മായ്ക്കാൻ കാലത്തിന് പോലും കഴിയില്ലെന്ന് കൃഷ്ണന്റെ ജീവിതം തെളിയിക്കുകയായിരുന്നു. മഹമ്മൂദ് മരിച്ച് 2.5 വർഷം പിന്നിട്ടു. ആളുകൾ പലരും ആ വേർപാട് മറന്നു കാണും. പക്ഷെ കൃഷ്ണന് അതൊരിക്കലും മറക്കാൻ കഴിഞ്ഞില്ല. മഹമ്മൂദ് മരിച്ചിട്ടില്ല എന്നത് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഇന്നും മിക്ക ദിവസങ്ങളിലും കൃഷ്ണൻ നേരെ നടക്കുന്നത് മൊഗ്രാൽ വലിയ ജുമാ മസ്ജിദിന്റെ ആ ഒരു ഖബർസ്ഥാനിലേക്കാണ്. ആ ഖബറിടത്തിന് ചുറ്റും പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചത് കൃഷ്ണനാണ്. ആ ചെടികൾക്ക് ദിവസവും വെള്ളം ഒഴിക്കുന്നത് കൃഷ്ണനാണ്. പോക്കറ്റിൽ നിന്ന് ചന്ദനത്തിരി എടുത്ത് കത്തിച്ച് സുഗന്ധപൂരിതമായ അന്തരീക്ഷത്തിൽ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ മഹമ്മൂദിനായി നിശബ്ദമായി പ്രാർത്ഥിക്കുന്നത് കൃഷ്ണനാണ്. ഒരു മുസ്ലിം ഖബർസ്ഥാനിൽ ഒരു അമുസ്ലിം സഹോദരൻ ദിവസവും എത്തി പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച ഇന്ന് ആ ഗ്രാമവാസികൾക്ക് അത്ഭുതമല്ല, മറിച്ച് കണ്ണു നിറയ്ക്കുന്ന ഒരു നിത്യസത്യമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇവിടെ ആരും കൃഷ്ണനോട് ആവശ്യപ്പെട്ടിട്ടില്ല മഹമ്മൂദിന്റെ ഖബറിടത്തിലേക്ക് പോകണമെന്ന്. അവിടെ ചന്ദനത്തിരി കത്തിക്കണമെന്നോ ചെടികൾ നടണമെന്നോ ആരും പറഞ്ഞിട്ടില്ല. സൗഹൃദത്തിനും സ്നേഹത്തിനും യാതൊരു അതിർവരമ്പുകളും ഇല്ല എന്ന് സ്വന്തം പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ് കൃഷ്ണൻ എന്ന് പറയുന്ന ഈ സഹോദരൻ. ദൈവത്തിന് മുന്നിൽ എല്ലാ മനുഷ്യരും ഒന്നാണെന്നും പ്രാർത്ഥനകൾക്ക് മതത്തിന്റെ ഭാഷയില്ലെന്നും കൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ വിദ്വേഷ പ്രസംഗം നടത്തുന്ന ആളുകൾ, വിഭജനം സൃഷ്ടിക്കുന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളെയും ഒക്കെ നമുക്ക് ദിവസവും കാണാൻ സാധിക്കും. മറ്റുമൊന്നിന്റെ ശത്രുവാണ് എന്ന് പഠിപ്പിക്കുന്ന അന്തരീക്ഷം. എന്നാൽ അത്തരം വിദ്വേഷ പ്രചാരണങ്ങൾക്കുള്ള ഏറ്റവും ശക്തമായ മറുപടിയാണ് കാസർഗോഡ് കുമ്പളയിലെ ഈ മനുഷ്യരുടെ ജീവിതം. കേരളം എന്താണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ്. അല്ലാതെ ഹിന്ദു പെൺകുട്ടിയുടെ വായിലേക്ക് മുസ്ലിമീങ്ങൾ നിർബന്ധിച്ച് ബീഫ് കുത്തി കയറ്റുന്നു എന്ന പച്ചയായ വ്യാജമായ നുണകൾ പടച്ചുവിടുന്നതല്ല കേരള സ്റ്റോറി എന്ന് പറയുന്നത്. ഇതാണ് ദ റിയൽ കേരള സ്റ്റോറി. വർഗീയത വിതയ്ക്കുന്ന 1000 മുദ്രാവാക്യങ്ങളെക്കാൾ ഉറച്ച ശബ്ദമുണ്ട് കൃഷ്ണൻ മഹമ്മൂദിന്റെ ഖബറിടത്തിൽ കത്തിച്ചു വെക്കുന്ന ആ ചെറിയ ചന്ദനത്തിരിയുടെ സുഗന്ധത്തിന്. രക്തബന്ധത്തെക്കാൾ വലുതാണ് ചിലപ്പോൾ നമ്മൾ കെട്ടിപ്പടുക്കുന്ന ആത്മബന്ധങ്ങൾ. ശരീരങ്ങൾ മണ്ണടിയാം, എന്നാൽ സ്നേഹം അവിടെ തന്നെ നിൽക്കും. കൃഷ്ണന് മഹമ്മൂദ് എന്നത് ഒരു മുസ്ലിം സുഹൃത്ത് മാത്രമായിരുന്നില്ല, തന്റെ സ്വന്തം സഹോദരനായിരുന്നു. ജീവന്റെ പകുതിയായിരുന്നു. മഹമ്മൂദിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുമ്പോൾ കൃഷ്ണൻ നമ്മളോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: മനുഷ്യനായി ജീവിക്കുക. യഥാർത്ഥ സൗഹൃദം ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ മതവും ജാതിയും നോക്കിയിട്ടല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാറുള്ളത്. കൃഷ്ണന്റെയും മഹമ്മൂദിന്റെയും ഈ സംഭവം ഒരു സാധാരണ വാർത്തയല്ല. ഇത് മനുഷ്യത്വം പറ്റിപ്പോയിട്ടില്ലാത്ത ഒരു ലോകത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്.